ഹലോ, അസ്സാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നിങ്ങളോട് നാട്ടിൽ ചെല്ലുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളോട് പറയാറുണ്ടോ, കുറേ വർഷമായില്ലേ പ്രവാസത്തിലൊക്കെ ആയിട്ട്, മതിയാക്കി നാട്ടിൽ നിൽക്കേ, ഭാര്യയുടെയും മക്കളുടെയും കൂടെ നാട്ടിൽ കഴിയേ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ നാട്ടിൽ കഴിയുന്നയുള്ള കാലം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? നമ്മളോട് ചോദിക്കും, എന്നാ തിരിച്ചു പോകുന്നേ എന്നൊരു ചോദ്യം ചോദിക്കും. അതല്ലാതെ എല്ലാം മതിയാക്കി ഇനി നാട്ടിൽ നിൽക്ക് എന്ന് നമ്മളോട് ആരെങ്കിലും പറയാറുണ്ടോ? പറയാറുണ്ട്. നമ്മുടെ അപ്പനും അമ്മയും അവരുള്ളിടത്തോളം കാലം അവരിത് പറയും. കാരണം അവർക്ക് ഞങ്ങളുടെ മക്കള് അവരുടെ ഒപ്പം തന്നെ അവരുടെ കണ്ണെത്തുന്ന ദൂരത്ത് കാണണമെന്നാണ് അവരുടെ ആഗ്രഹം. ഞാൻ ആദ്യമായിട്ട് നാട്ടിൽ ചെന്ന സമയം തൊട്ട് ഓരോ തവണ ചെല്ലുമ്പോഴും എൻ്റെ അമ്മ പറയും, മതിയാക്ക്, ഇനി മതി, 2 ആൺപിള്ളേരല്ലേ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ, നാട്ടിൽ നിൽക്കേ, നിന്റെ ജീവിതം നീ അറബി നാട്ടിൽ തീർക്കുവാണോ? അങ്ങനെ എൻ്റെ അമ്മ ചോദിക്കാറുണ്ട്. അപ്പൻ പുറമേ പറഞ്ഞില്ലേലും അപ്പൻ്റെ മനസ്സും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേങ്കിൽ നമ്മളോട് വേറെ ആരെങ്കിലും പറയാറുണ്ടോ, നിങ്ങൾ നിർത്തി നാട്ടിൽ നിൽക്കുന്നത്? പ്രവാസി എന്ന് പറഞ്ഞാൽ ഒരു കറവപ്പശുവാണ്. ഓരോ ദിവസവും ഈ പ്രവാസിയെ ഇങ്ങനെ കറന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളാണ് നമുക്കുള്ളത്, ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണ് നമ്മൾ പ്രവാസികൾ. ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ ഒരു 100 കൂട്ടം കാര്യങ്ങളാണ് മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത്. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പം ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം. പക്ഷേങ്കിൽ ശമ്പളം കൈ കിട്ടിക്കഴിഞ്ഞ് നാട്ടിലോട്ടെല്ലാം അയച്ച് ഓരോന്നിനായിട്ട് നീക്കി നീക്കി വെച്ച് കഴിയുമ്പം പിന്നെ നമ്മുടെ കയ്യിൽ എന്താണ് അവശേഷിക്കുന്നത്? ഒന്നുമില്ല, വീണ്ടും കുറച്ച് കടങ്ങൾ മാത്രം. ശരിയല്ലേ? ഞാൻ ഇത്തവണ വന്നപ്പോൾ തൊട്ട് ആഗ്രഹിക്കുന്നതാണ് കുറച്ച് നീക്കി വെക്കണമെന്ന്. പക്ഷേ എന്ത് ചെയ്യാം, ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ മാറ്റി വെച്ച് ഒക്കെ തീർത്ത് കഴിയുമ്പം എൻ്റെ ബാങ്ക് ബാലൻസ് വീണ്ടും ബിഗ് സീറോയിലോട്ട് എത്തുകയാണ്. മിക്ക പ്രവാസികളുടെയും അവസ്ഥ ഇതല്ലേ. സാധാരണക്കാരായ പ്രവാസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. വലിയ വലിയ ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്ന പ്രവാസികളുടെ കാര്യമല്ല, സാധാരണക്കാരായ പ്രവാസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ശരിയല്ലേ അത്?